യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒരുങ്ങാം. ഇന്ന് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു, എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച ഒരു നിമിഷത്തിലാണ് യാദൃശ്ചികമായി നിങ്ങളുടെ ഒരു വചനം പ്രസംഗം കേൾക്കാനിടയായത്. അത് എനിക്ക് വലിയൊരു ഉപകാരമായി. ഞാൻ അത്രയും വലിയ ഒരു പ്രതിസന്ധിയിലും നിരാശയിലുമായിരുന്നു. എനിക്കതൊരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്കത് അനുഗ്രഹമായി എന്ന്. ഈ പ്രാർത്ഥന കേൾക്കുന്നത് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിന് ഒരനുഗ്രഹമായി മാറും. നിങ്ങളെല്ലാ ദിവസവും വചനം കേൾക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഭാഗ്യം ഉണ്ടാവും. മാത്രമല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിലിരുന്ന് എന്താഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് ദൈവാനുഗ്രഹമായിട്ടത് മാറും. ദൈവം അത് നടത്തിത്തരും എന്ന് വിശ്വസിക്കുക. ഇന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം കേൾക്കാം. അതിനു മുമ്പ് ഇന്ന് പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ വചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വചനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ ഒക്കെ ഇരുന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്കുന്നവരുണ്ട്. ഈ വചനം കേൾക്കുന്ന ചിലർ വളരെ പ്രതിസന്ധിയിലാണ്, കഷ്ടതയിലാണ്, വേദനയിലാണ്. പ്രതികൂല സാഹചര്യങ്ങൾ അവരെ ജീവിതത്തെ വല്ലാതെ വലയ്ക്കുകയും ഉലയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ അങ്ങ് കാണണമേ, അവരെ അങ്ങ് കാണണമേ. അവരുടെ പ്രാർത്ഥന കേൾക്കണമേ. അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. നമ്മൾ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം പ്രാർത്ഥനയോടെ. 53-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം. ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. ആരാണ് ദൈവം? ആരെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? ഇസ്രായേലിൻ്റെ ദൈവം പറയുന്നൊരു വാക്കുണ്ട്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും. എന്തിനെക്കുറിച്ചെങ്കിലും ഭാരമോ നഷ്ടബോധമോ ഉണ്ടോ? ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും, അവസ്ഥയെ മാറ്റും. സ്ഥിതി മാറ്റാൻ ദൈവത്തിന് പറ്റും. എൻ്റെ ഇപ്പോഴത്തെ തകർന്ന അവസ്ഥയെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ഇന്നത്തെ ദാരിദ്ര്യത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ഇന്നത്തെ രോഗത്തെ മാറ്റാൻ ദൈവത്തിന് പറ്റും. ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഒരു വിടുതൽ നൽകാൻ ദൈവത്തിന് പറ്റും. അതാ ദൈവവചനം പറഞ്ഞത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേൽ സന്തോഷിക്കും. ഈ സ്ഥിതി മാറുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, എൻ്റെ അവസ്ഥ ദൈവം ഒന്ന് മാറ്റി തന്നല്ലോ. ആനന്ദം, സന്തോഷം. ഇത് ലോകം തരുന്ന ആനന്ദമോ സന്തോഷമോ അല്ല. ഇത് ദൈവം തരുന്ന ആനന്ദമാണ്. മറ്റൊരാൾക്ക് എടുത്തുകൊണ്ടു പോകാൻ കഴിയുന്ന ഒരാനന്ദമോ സന്തോഷമോ അല്ല. ഇത് പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം നൽകുന്ന പ്രതിഫലമാണ് ഈ ആനന്ദവും ഈ സന്തോഷവും. ഇനിയൊരു കാര്യം, യാക്കോബിൻ്റെ സ്ഥിതി മാറി. യാക്കോബ് ആനന്ദിച്ചു, ഇസ്രായേൽ സന്തോഷിച്ചു. ദൈവം യാക്കോബിനോട് പറയുന്നുണ്ട്, യാക്കോബേ, ഇനി മുതൽ നിൻ്റെ പേര് ഇസ്രായേൽ എന്നായിരിക്കും.
എന്താ യാക്കോബ് സന്തോഷിക്കാൻ കാരണം? എന്താ ഇസ്രായേൽ ആനന്ദിക്കാൻ കാരണം? ആരാണ് ഈ യാക്കോബ്? ആരാണ് ഈ യാക്കോബ്? മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 22 മുതലുള്ള വാക്യം ശ്രദ്ധിച്ചാൽ മതി. ആരാണ് ഈ യാക്കോബ്? യാക്കോബ് ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചയാളുടെ പേരാണ് യാക്കോബ്. ദൈവത്തിൻ്റെ ഒപ്പം സമയം ചെലവഴിച്ചവർ, പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച ആൾ. രണ്ടാമത് ആരാണ് യാക്കോബ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടിയേലെന്ന് അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച ആളുടെ പേരാണ് യാക്കോബ്. അപ്പോൾ ആരുടെ സ്ഥിതിയാണ് മാറിയത്? ദൈവത്തോടൊപ്പം സമയം ചിലവഴിച്ചവൻ്റെ, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ പറഞ്ഞു വിടിയേരെന്ന് പറഞ്ഞ വ്യക്തിയുടെ സ്ഥിതിയെയാണ് ദൈവം മാറ്റിയത്. ആരാണ് സന്തോഷിച്ചത്? ഈ യാക്കോബാണ് സന്തോഷിക്കാൻ ഇടവന്നത്. നിങ്ങളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവരാണ്, പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരാണ്. നിങ്ങളുടെ അവസ്ഥയെ ദൈവം മാറ്റും. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ദൈവം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ വചനം തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ വചനം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവം തൻ്റെ ജനത്തിൻ്റെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും. അപ്പോൾ യാക്കോബ് ആനന്ദിക്കും, ഇസ്രായേലോ സന്തോഷിക്കും. ഈ ആനന്ദവും സന്തോഷവും, ഈ അവസ്ഥ മാറിയതിലൂടെ ഉണ്ടായ സന്തോഷം യാക്കോബിന് എങ്ങനെയാണ് ഉണ്ടായേ? യാക്കോബ് രാത്രി മുഴുവൻ ഒരു പോള കണ്ണടയ്ക്കാതെ ഒട്ടുമുറങ്ങാതെ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു. നേരം പുലരാറായപ്പോൾ യാക്കോബിൻ്റെ അരക്കെട്ടിൽ തട്ടി. യാക്കോബിൻ്റെ ആ ഒരു അരയുടെ ഭാഗത്തൊരു വേദന, വലിയൊരു വേദന വന്നു. അന്നേരവും യാക്കോബ് എൻ്റെ വേദന മാറ്റണേ എന്നല്ല പറഞ്ഞത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടിയേലെന്നും പറഞ്ഞ് ദൈവത്തെ മുറുക്ക പിടിച്ച ആളുടെ പേരാണ് യാക്കോബ്. ആ യാക്കോബിൻ്റെ അവസ്ഥയാണ് ദൈവം മാറ്റിയത്. ആ യാക്കോബ സന്തോഷിച്ചത്, ആ യാക്കോബ ആനന്ദിച്ചത്. ഇന്ന് ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ മോശമാകട്ടെ, നിങ്ങളുടെ അവസ്ഥ തകർന്നതായിക്കൊള്ളട്ടെ, പരാജയപ്പെട്ടതായിക്കൊള്ളട്ടെ, ഇനി എനിക്ക് മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാകട്ടെ, ദൈവത്തിലാണോ ആശ്രയിക്കുന്നത്? പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലാണോ സമയം ചെലവഴിക്കുന്നത്? നിങ്ങളുടെ അവസ്ഥയെ ദൈവം മാറ്റും. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ദൈവം മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ ഇടവരും. നിങ്ങളുടെ തന്നെ കരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറ, ആനന്ദിക്കാൻ ഇടവരും, സന്തോഷിക്കാൻ ഇടവരും. ഞാനും എൻ്റെ കുടുംബവും ആനന്ദിക്കാൻ, സന്തോഷിക്കാൻ ഇടവരും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നത് നഷ്ടമല്ല, അത് അനുഗ്രഹമാണ്. 5-10 മിനിറ്റുള്ള ഈ പ്രാർത്ഥന അനുഗ്രഹമാണ്. അതിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഒരാളിൽ വരുന്നത്. ഓരോ വചനത്തിനും അത്ഭുതങ്ങളെ സൃഷ്ടിക്കാനുള്ള വലിയ കഴിവുണ്ട്. അത് വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, തീരുമാനങ്ങളിൽ, നിലപാടുകളിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. ഒരാപത്തോ അപകടമോ ദുർമരണമോ ചതിയോ വഞ്ചനയോ ഒന്നും വരാതെ ദൈവമേ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളെ സന്തോഷത്തിൽ നിലനിർത്തണമേ. ഞങ്ങളുടെ കുടുംബത്തെ ഐക്യത്തിൽ നിലനിർത്തണമേ. പ്രാർത്ഥനയിൽ ദൈവവിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളോ ഞങ്ങളുടെ കുടുംബത്തിൽ ആരുമോ നഷ്ടപ്പെട്ടു പോകാൻ, തകർന്നു പോകാൻ, പരാജയപ്പെട്ടു പോകാൻ ഇടയാകരുതേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെ ഏറ്റെടുക്കണമേ. എല്ലാത്തരം ശത്രുപീഡകളിൽ നിന്നും, ഇല്ലാ വചനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും ഐശ്വര്യവും തരണമേ. എല്ലാത്തരം ദുർമരണങ്ങൾ മാറിപ്പോകണമേ. ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ. വലിയ വിടുതലുകളും
വാതിൽ തുറക്കുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാക്കണമേ. ഈ വചനം കേൾക്കുന്നവരെ, ഇത് അയച്ചു കൊടുത്തവരെ, ഷെയർ ചെയ്തവരെ, ഈ വചനം എഴുതി വച്ചവരെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും നമ്മുടെ കൂടാരത്തെ തൊടുക പോലുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഓർക്കുകയാണ്, ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയോടെ ചിലവഴിക്കുന്ന ദിവസങ്ങളാണ്. ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന 2 ദിവസങ്ങളാണ്. ഒരുപാട് പേർക്കത് അനുഗ്രഹമായും സൗഖ്യമായും നന്മയായി മാറുന്നുണ്ട്. എല്ലാ മഹത്വവും ദൈവത്തിന് നന്ദി. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്ത് വരിക. വെള്ളിയാഴ്ച ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്കും സ്വാഗതം. സന്തോഷമാണ് വരുന്നത്, പ്രാർത്ഥിക്കുന്നത്. വ്യാഴാഴ്ച വരുമ്പോൾ ഇന്ന് ബുക്കിംഗ് ആരംഭിക്കും. 9 മണി മുതൽ ബുക്കിംഗ് ആരംഭിക്കും. നിങ്ങൾക്ക് വിളിച്ച് താഴെ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് മാസം 1 മുതൽ 15-ാം തീയതി വരെ നമ്മൾ 1 വയസ്സ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഒരു അടിസ്ഥാനം ഇന്ന് കേട്ട വചനമാണ്. യാക്കോബ് ദൈവസന്നദ്ധയെ സമയം ചെലവഴിച്ചപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തി. അവന് സന്തോഷിക്കാനിട വന്നു. ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഒരു ഫോട്ടോയോ അവരുടെ നിയോഗമൊക്കെ പിൻ ചെയ്ത് അയച്ചു തരിക ഉണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നെങ്കിൽ, സന്തോഷമാണെങ്കിൽ, മനസ്സ് നന്മയായിട്ട് തോന്നുന്നെങ്കിൽ ഇവിടെ വരുന്നവർ സമർപ്പിക്കുക. ഞാൻ ഈ വചനം പറയുന്ന ഈ അൾത്താരയുടെ മുമ്പിൽ 2 പാത്രങ്ങൾ, 2 നിയോഗ പ്രാർത്ഥന വയ്ക്കുന്ന 2 വലിയ ബോക്സുകൾ, പാത്രങ്ങളുണ്ട്. അവയിൽ അത് സൂക്ഷിക്കും. തുടർന്നുള്ള പ്രാർത്ഥനകളിൽ അതെന്നും വെച്ച് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ഈ വചനം പരമാവധി ആളുകൾ കേൾക്കാനിടയാകട്ടെ. നാളെ ചൊവ്വാഴ്ച 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ നമ്മുടെ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നമ്മെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. ആമേൻ.